എറണാകുളം കോതമംഗലം അടിവാട് ഫുട്ബോൾ ഗ്യാലറി തകർന്ന് വീണ അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം വരുന്നത്. ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്നു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയാണ്. കോതമംഗലം അടിവാടാണ് ഇത്തരത്തിലൊരു ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്നു വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? കാര്യമായ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അഭിനന്ദിലേക്ക് എത്താം. എറണാകുളം കോതമംഗലത്താണ് ഫുട്ബോൾ ഗ്യാലറി തകർന്ന് വീണ് അപകടമുണ്ടായിരിക്കുന്നത്. നിരവധി പേരെ അവിടെ നിന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടെ എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഫുട്ബോൾ മത്സരത്തിനിടെയാണ് ഗ്യാലറി തകർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിനന്ദ്, വിശദാംശങ്ങൾ. ഗോകുൽ, കോതമംഗലം അടിവാടത്താണ് അല്പം സമയം മുമ്പ് ഇത്തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടായത്. കോതമംഗലം അടിവാടത്ത് കുറെ ദിവസങ്ങളായിട്ടുള്ള ഒരു സെവൻസ് ടൂർണമെന്റ് ആയിരുന്നു നടന്നത്. ആ സെവൻസ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കവെയാണ് ഇത്തരത്തിലേക്ക് അപകടം ഉണ്ടായത്. 4000-ഓളം ആളുകൾ ആ ഗാലറിയിൽ ഉണ്ടായിരുന്നു. ആ ഗാലറി മുള ഉപയോഗിച്ച് കെട്ടിയ ഒരു ഗാലറി ആയിരുന്നു. അത് താൽക്കാലികമായി ഈ ഒരു സംവിധാനത്തിലൂടെ നിർമ്മിച്ച ഒരു ഗാലറി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിലേക്കാണ് ആദ്യം തകർന്ന് വീണത്. പൂർണ്ണമായും ഇപ്പോൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോതമംഗലത്ത് തന്നെ പല ആശുപത്രികൾ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരം ഇപ്പോൾ ലഭ്യമാകുന്നേ ഉള്ളൂ. ഇന്ന് സെവൻസ് ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഗാലറിയിൽ മത്സരങ്ങൾ നടക്കുന്നു. അതിന്റെ ഫൈനൽ മത്സരങ്ങളായിരുന്നു ഇന്ന് നടന്നത്. ആ ഫൈനൽ മത്സരത്തിലാണ് ഇത്തരത്തിലേക്ക് ഗാലറി തകർന്ന് വീണ പരിക്കേറ്റത്. എറണാകുളം കോതമംഗലം അടിവാട് അല്പം മുമ്പാണ് ഇത്തരത്തിലേക്ക് ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും നിരവധി പേർക്ക് പരിക്ക് പറ്റിയതോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നാട്ടുകാർ കൃത്യമായി തന്നെ ഇടപെട്ടു. പല ഭാഗത്തുള്ള ആശുപത്രികളാണ് ഇപ്പോൾ കോതമംഗലത്തിന്റെ തന്നെ പല ഭാഗങ്ങളായിട്ടുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4000-ഓളം പേർ പങ്കെടുത്ത പരിപാടിയിലാണ് കുറച്ചു പേർക്ക് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളത്. ഗോകുൽ, അഭിനന്ദ്, ഫൈനൽ മത്സരമാണ്. സ്വാഭാവികമായും കൂടുതൽ കാണികൾ എത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ പരിക്ക് അപകടത്തിന്റെ വ്യാപ്തി കൂടുമോ? അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? നിലവിൽ ഇപ്പോൾ പ്രാദേശിക ലേഖനം അടക്കം വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ചു പേർക്ക് മാത്രമാണ്. അവിടെ സാരമായ പരിക്കുകളോടുകൂടി പ്രവേശിപ്പിച്ച് തന്നെ 4 പേരുണ്ട്. ആ 4 പേരെ കോതമംഗലത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റു വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. താൽക്കാലിക സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഒരു ഗാലറിയാണ്. ഇവിടെ മുള ഉപയോഗിച്ച അടക്കമാണ് ഈ ഗാലറി നിർമ്മിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ ഗാലറി തകർന്നു വീണതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെവൻസ് ടൂർണമെന്റ് ആയിരുന്നു നടന്നത്. മത്സരം ആരംഭിച്ചില്ലായിരുന്നു. മത്സരം ആരംഭിക്കാനിരിക്കെയാണ് ഗാലറി തകർന്ന് വീണത് എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. മത്സരത്തിനിടയ്ക്കല്ല, മത്സരം ആരംഭിക്കുന്നതിന് മുമ്പാണ്, ആ സമയത്താണ് ഇത്തരത്തിലേക്ക് ഗാലറി തകർന്ന് വീണ അപകടം ഉണ്ടായതെന്ന് കൂടി ഇപ്പോൾ ലഭ്യമാകും. എന്തായാലും ആശുപത്രിയിൽ സാരമായി പരിക്കേറ്റ 5 പേരുണ്ട്. 5 പേരെ ഇപ്പോൾ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഗാലറിയാണ് ഇത്തരത്തിലേക്ക് തകർന്ന് വീണിരിക്കുന്നത്. ഗൂഗിൾ, അഭിനന്ദ്, തുടരുക. ഇപ്പോൾ ആ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റഫീഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റഫീഖ്, കേൾക്കാമോ? കേൾക്കാം. റഫീഖ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പോ ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കളി ഇന്നിപ്പോ അവിടെ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസമായിരുന്നു. ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്ന് ഈസ്റ്ററുമായിട്ട് പൊതുവെ ഇന്ന് തിരക്ക് ഉള്ള ദിവസമാണ്, ആളുകൾക്ക് ലീവുള്ള ദിവസമാണ്. അതുകൊണ്ട് അമിതമായ ആളുകളും നല്ല തിരക്കുണ്ട്. തുടങ്ങിയ തൊട്ട് മുന്നെയാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഗോളി പോസ്റ്റിന്റെ ബാക്ക് വശത്ത് വരുന്ന ഒരു ഗാലറി തകർന്നു വീഴുകയായിരുന്നു. അതില് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയ ഉടനെ തന്നെ എല്ലാ സുരക്ഷാ രീതിയിലും ആളുകളെല്ലാം ഇറങ്ങിത്തിരിക്കുകയും എത്രയും പെട്ടെന്ന് അവരെ മറ്റുള്ള ഹോസ്പിറ്റലുകൾക്ക് എത്തിച്ചിട്ടുണ്ട്. രാജഗിരി പോലെ, അതുപോലെ ബസോലിസ്, കോതമംഗലത്തുള്ള ഹോസ്പിറ്റലുകൾ, വിവിധ ഹോസ്പിറ്റലുകൾക്കാണ് മാറ്റിയിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. റഫീഖ്, ഒരു വശത്തെ ഗാലറി പൂർണ്ണമായും തകർന്നോ? ഒരു വശത്തെ പൂർണ്ണമായിട്ട് തകർന്നു. അതായത് ഈ ഗോൾ പോസ്റ്റിന്റെ ബാക്ക് വശത്ത് വരുന്ന ആ ഏരിയയിലുള്ളതാണ് തകർന്നേക്കുന്നത്. ഗോൾ പോസ്റ്റിന് പിൻവശമുള്ള ഗാലറിയാണോ? അതെ. ആ ഭാഗത്ത് കുറച്ച് നീളം കുറവാലോ, മറ്റ് വശങ്ങളിലാണുള്ള വീതി കൂടുതലുള്ളത്. അതെ, ആ ഭാഗത്താണ് തകർച്ച സംഭവിച്ചേക്കണം. ഇത് എങ്ങനെ നിർമ്മിച്ചിരുന്ന ഒരു പലക കൊണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഗാലറി ആയിരുന്നു? സാധാരണ ഈ ഇലകല ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോൾ സാധാരണ നിർമ്മിക്കുന്ന രീതി തന്നെയുള്ള സുരക്ഷാ രീതി തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. പലകകളും ആംഗ്ലേയറും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. മുള ഉപയോഗിച്ചായിരുന്നു എന്നൊരു വിവരമുണ്ട്. അതെങ്ങനെയാ? അതിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ കാര്യമൊന്നും എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ.
അതെ, നിറയെ ആളുകൾ ഉണ്ടായിരുന്നോ? മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഈ അപകടം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാണികൾ തിങ്ങി നിറഞ്ഞ ശേഷമാണോ, അല്ല അധികം ആളുകൾ ഇല്ലായിരുന്നോ? എങ്ങനെയാണ് സാഹചര്യം? എങ്ങനെ ഒന്നും കേട്ടില്ല. നിറയെ ആളുകൾ ഉണ്ടായിരുന്നോ ഗാലറിയിൽ, അതോ മത്സരം തുടങ്ങുന്നതിന് മുമ്പായതുകൊണ്ട് ആളുകൾ കുറവായിരുന്നോ? ഇല്ല, ആളുകൾ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ആളുകൾ സ്റ്റേഡിയം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കളി തുടങ്ങാൻ ഏകദേശം തുടങ്ങാൻ സമയമായിരുന്നു. ടീമുകളൊക്കെ ഇറങ്ങാനുള്ള ഒരു ടൈമിലേക്ക് എത്തിയായിരുന്നു. നിറയെ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് പരിക്കേറ്റവരെ കൊണ്ടുപോയതെന്ന് അറിയാമോ? അവരിപ്പോ അത് ഉടൻ തന്നെ ഇവിടെ അടുത്തുള്ള കോതമംഗലത്തുള്ള ഹോസ്പിറ്റലുകളിലും അതുപോലെ മറ്റ് ആലുവ, രാജഗിരി, അതുപോലെ കോഴഞ്ചേരി ഹോസ്പിറ്റലുകളൊക്കെ മാറ്റിയേക്കുന്നത് അറിയാൻ കഴിഞ്ഞത്. നന്ദി റഫീഖ്, ഏതായാലും വിശദാംശങ്ങൾ നൽകിയതിന്. ഇപ്പോൾ റഫീഖാണ് ആ മത്സരം നടന്നപ്പോൾ, അപകടം നടക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷിയായിരുന്ന റഫീഖാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കോതമംഗലം അടിവാടാണ് ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്നു വീണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ആ പരിക്ക് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ.